ചെങ്കൽ മഹാദേവ ക്ഷേത്രം. നെയ്യാറ്റിൻകരയിൽ നിന്നും ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ 6 കിലോമീറ്റർ ദൂരമുണ്ട്. ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രത്തിൽ 111 അടി ഉയരത്തിൽ നിർമ്മിച്ച ശിവലിംഗം കാണാനും മഹാദേവന്റെ അനുഗ്രഹത്തിനു വേണ്ടി ഞങ്ങൾ ആ മണ്ണിലെത്തിയത്. കൂടുതൽ ശിവലിംഗം കാണാനുള്ള ആഗ്രഹമായിരുന്നു. ക്ഷേത്രത്തിന്റെ 4 ഭാഗത്തും ആനകളുടെ രൂപങ്ങളോട് കൂടിയ പ്രവേശ കവാടങ്ങൾ കാണാം. ഇവയിൽ കിഴക്കു ഭാഗത്തുള്ളതാണ് ഏറ്റവും വലുത്. 3 നിലകളോടുകൂടിയ കിഴക്കേ ഗോപുരം ക്ഷേത്രത്തിന്റെ മുഴുവൻ പ്രൗഢിയും നിലനിർത്തി നിൽക്കുന്നു. കിഴക്കേ ഗോപുരത്തിന് നേരെ മുന്നിലായി ഭഗവത് വാഹനമായ നന്ദികേശന്റെ ഒരു വിഗ്രഹവും കാണാം. ഭക്തർ നന്ദിയുടെ ചെവിയിൽ ആഗ്രഹങ്ങൾ പറയുന്നത് ഇവിടെ ഒരു പതിവ് കാഴ്ചയാണ്. ക്ഷേത്രത്തിന്റെ ചുറ്റുമായി നിരവധി മരങ്ങളും വളർന്നു നിൽക്കുന്നത് കാണാം. ക്ഷേത്ര മതിലകത്ത് തെക്കു പടിഞ്ഞാറേ മൂലയിൽ പ്രത്യേകം തീർത്ത ഒരു മണ്ഡപമാണ് ക്ഷേത്രത്തിലെ മറ്റൊരു വലിയ പ്രത്യേകത. നിത്യേനയുള്ള ഗണപതി ഹോമം നടത്താനായി പണി കഴിപ്പിച്ച ഈ മണ്ഡപത്തിൽ അങ്ങിങ്ങായി 32 ഗണപതി രൂപങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ബാലഗണപതി മുതൽ യോഗ ഗണപതി വരെയുള്ള ഈ രൂപങ്ങളെ മനുഷ്യന്റെ ഓരോ അവസ്ഥയുടെയും പ്രതീകമായി കണ്ടുവരുന്നു. കേരളത്തിൽ മറ്റെവിടെയും ഇതുപോലെ 32 ഗണപതിമാർക്കായി ക്ഷേത്രം പണിഞ്ഞിട്ടില്ല എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഈ 32 രൂപങ്ങളുടെ സാന്നിധ്യത്തിലാണ് ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തിവരുന്നത്. ഭഗവത് സാന്നിധ്യത്തിൽ തന്നെ നടത്തുന്നതെന്നർത്ഥം. വിനായക ചതുർത്ഥി നാളിൽ അതിവിശേഷമായ അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഇവിടെ നടത്താറുണ്ട്. ഒരേ പീഠത്തിലിരിക്കുന്ന ശിവനും പാർവതിയും പ്രധാന പ്രതിഷ്ഠകളായ ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായ സുബ്രഹ്മണ്യൻ, അയ്യപ്പൻ, നവഗ്രഹങ്ങൾ, നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. ശിവന് വിഗ്രഹപ്രതിഷ്ഠയുള്ള ലോകത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്ന് എന്ന നിലയിലും ശ്രദ്ധേയമാണ് ഈ ക്ഷേത്രം. കൂടാതെ ഗംഗാജലം നിറഞ്ഞു നിൽക്കുന്ന കിണർ, 12 ജ്യോതിർലിംഗങ്ങളുടെ മാതൃകകൾ തുടങ്ങിയ വേറെയും ആകർഷണങ്ങൾ ഇവിടെ കാണാം. ഇവയെല്ലാം പണി കഴിപ്പിച്ചത് 2011-നും 2021-നും ഇടയിലാണ്. ശിവരാത്രിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം. കൂടാതെ നവരാത്രി, വിനായക ചതുർത്ഥി, തൈപ്പൂയം, മണ്ഡലകാലം, വിഷു തുടങ്ങിയവയും പ്രധാന ആഘോഷങ്ങളാണ്. സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി എന്ന സന്യാസിയുടെ നേതൃത്വത്തിലുള്ള ഒരു ട്രസ്റ്റാണ് ക്ഷേത്രഭരണം നടത്തിപ്പോരുന്നത്. കൈലാസ ആഞ്ജനേയ വൈകുണ്ഠ ദേവലോക ദർശനത്തിനായി പ്രവേശന ഫീസ് നൽകേണ്ടതുണ്ട്. 150 രൂപയാണ് ഒരാൾക്ക് കൊടുക്കേണ്ടത്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫീസ് എടുക്കേണ്ട ആവശ്യമില്ല. വടക്ക് പടിഞ്ഞാറേ മൂലയിലാണ് ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണമായ മഹാശിവലിംഗം സ്ഥിതി ചെയ്യുന്നത്. 111.2 അടി ഉയരം വരുന്ന ഈ ശിവലിംഗം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ ശിവലിംഗമാണ്. ശിവലിംഗത്തിനുള്ളിൽ പ്രവേശിക്കുന്നതിന് മുന്നേയായി നമ്മുടെ ഫോണുകളും ബാഗുകളും അവിടുത്തെ കൗണ്ടറിൽ ഏൽപ്പിക്കണം. മാത്രവുമല്ല, ശിവലിംഗത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും താഴത്തെ നിലയിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ശിവലിംഗത്തിൽ ഭക്തർക്ക് സ്വയം പൂജകൾ നടത്താനുള്ള സൗകര്യവും അവർ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇത് വെറും ഒരു ശിവലിംഗം എന്നതിലുപരി അകത്തേക്ക് കയറാവുന്ന രീതിയിൽ പണിത ഒരു കെട്ടിടമാണ്. ഷണ്ടാധാര വിധി പ്രകാരം അനുസരിച്ച് പണി കഴിപ്പിച്ച ഈ കെട്ടിടത്തിനകത്ത് 7 നിലകളുണ്ട്. ഇവ മനുഷ്യ ശരീരത്തിലെ 7 ചക്രങ്ങളെ സൂചിപ്പിക്കുന്നു. അവ ഓരോന്നിലും വിവിധ ദേവീദേവ രൂപങ്ങൾ കാണാം. ഏറ്റവും താഴെയുള്ള നിലയിലെ അടിസ്ഥാന ചക്രമായ മൂലാധാരത്തിൻ്റെയും പിന്നെ മുകളിലേക്കുള്ള ഓരോ നിലയും ക്രമത്തിൽ സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം എന്നിവയുടെ പ്രതീകങ്ങളായി കണക്കാക്കി വരുന്നു. മനുഷ്യരെ ശിവാരാധനയിലൂടെ ആത്മസാക്ഷാത്കാരത്തിൻ്റെ പാതയിലെത്തിക്കുക എന്ന സങ്കല്പമാണ് ഇതിനു പിന്നിൽ. മൂലാധാരത്തിന്റെ 7 ചുറ്റിയിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനിയെ ഉണർത്തി ഓരോ ചക്രത്തിനെയും ഭേദിച്ച് അവസാനം സഹസ്രപത്മത്തിലെത്തിച്ച് സാക്ഷാത്കരിപ്പിക്കുക എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവയിൽ ഓരോ നിലയിലും പ്രത്യേക ആകൃതിയിലുള്ള താമരപ്പൂക്കളുടെ രൂപം കാണാം. ഇവ ഓരോ ചക്രത്തിൻ്റെയും പ്രതീകമാണ്. 2012 മാർച്ച് മാസത്തിലാണ് ശിവലിംഗത്തിന്റെ നിർമ്മാണം തുടങ്ങിയത്. 30 ശില്പികളാണ് ഇതിനായി നിയോഗിക്കപ്പെട്ടത്. ക്ഷേത്രത്തിൽ തന്നെ താമസിച്ച് കടുത്ത നിഷ്ഠയോടെയാണ് അവർ നിർമ്മാണം തുടങ്ങിയത്. 7 വർഷം അവർ അതുപോലെ ചെലവഴിച്ച് 2019 ഒക്ടോബറോടെ ഇതിന്റെ പണി പൂർത്തിയാക്കുകയും ആ വർഷം നവംബർ 10 തന്നെ ഉദ്ഘാടനം നടത്തുകയും ചെയ്തു. 108 അടി ഉയരമുള്ള ശിവലിംഗത്തിനായിരുന്നു അതിനു മുൻപേ വലുപ്പത്തിൽ 1ാം സ്ഥാനം. ഉദ്ഘാടനം കഴിഞ്ഞതോടെ തന്നെ
ലിംഗ ബുക്ക് ഓഫ് ഗിന്നസ് ബുക്കിലും ഇടം പിടിക്കുകയും ചെയ്തു. 2022 ഔദ്യോഗികമായി ഇതിന് അവ സമർപ്പിക്കുകയും ചെയ്തു. അവർണ്ണനീയമായ ഒരു രാത്രിയാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയത്. മാത്രവുമല്ല, ഭഗവാന്റെ കൈലാസ ദർശനവും മഹാദേവന്റെ അനുഗ്രഹവും വേണ്ടുവോളം കിട്ടുകയും ചെയ്തു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ദർശനം നിങ്ങൾക്കും കിട്ടട്ടെ എന്ന് മനസ്സോടെ ആഗ്രഹിക്കുന്നു. ക്ഷേത്രത്തിന് പുറത്ത് അതിവിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ട് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു സ്പോട്ടും പുതിയൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുമ്പിൽ എത്തുവരെ ഇറ്റ്സ് മീ ആരതി ലാലു സൈനിങ് ഓഫ്.